ഗുഡ് മോർണിംഗ് ജിസ്ലാംസ്. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും ബൈബിളൊക്കെ വായിച്ചു പ്രാർത്ഥിച്ചു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ദിവസവും ഓരോ വാക്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം പഠിക്കുന്ന നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കിന്നൊരു പുതിയ വാക്യം പഠിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവർത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. വലിയൊരു വാക്യമാണ് അല്ലേ? പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാപ്രവർത്തികളൊക്കെയും കണ്ടിട്ടുള്ളവരായി മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു. എന്താ ഇവിടെ പറയുന്നത്? ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഇസ്രായേൽ മക്കൾ ഒരുപാട് കണ്ട് അല്ലേ? ഇസ്രായേൽ മക്കൾ എവിടെയായിരുന്നു? മിസ്രൈമിലായിരുന്നു. അവിടുന്ന് അവർ വന്ന സമയത്ത് അവരെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു. പല കഷ്ടതകളിൽ നിന്ന് അവർ വിടുവിച്ചു. അപ്പം പൂർവികരായിട്ടുള്ള മനുഷ്യർ, മൂപ്പന്മാരായിട്ടുള്ള ആൾക്കാർ ഇതെല്ലാം കണ്ടാണ് മുമ്പിലോട്ട് വന്നത്. പക്ഷെ ഇപ്പം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇസ്രായേൽ മക്കളുടെ കൊച്ചുമക്കളുടെയൊക്കെ കാലം വന്നപ്പോഴത്തേന് അവർക്ക് പഴയ ചരിത്രം വലിയതായിട്ട് അറിയത്തില്ല. അവർ ഈ പഴയ അത്ഭുതങ്ങളൊന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ അവർ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണ്. മിസ്രൈമിൽ അവർ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചതാണ്. അപ്പോൾ അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് വന്നു. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചെങ്കടലിൻ്റെ നടുക്കൊക്കെ അവർ പോയി. അവിടെ വെച്ച് മിസ്രൈമിനെയൊക്കെ നടുക്ക് ചെങ്കടലിലൊക്കെ അവർ മുക്കിക്കളഞ്ഞു. അങ്ങനെ പല അത്ഭുതങ്ങളും. മരുഭൂമിയിൽ വെച്ച് മന്ന കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അവരുടെ ചെരുപ്പ് തേയാതെ നോക്കുന്നു. വഴിയിലൊക്കെ ഉണ്ടാകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ജാതികളൊക്കെ അവരെ ആക്രമിക്കാമായിരുന്നു. അവിടുന്നൊക്കെ അവരെ വിടുവിച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവരുടെ കൊച്ചുമക്കളുടെ കാലമൊക്കെ വന്നപ്പോഴത്തേന് എന്ത് സംഭവിച്ചു? പഴയ അത്ഭുതങ്ങളൊന്നും ഇവർ ഓർമ്മയില്ല. കൊച്ചുമക്കളാരും കണ്ടിട്ടില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാം? ഈ വാക്യം എന്താ പറയുന്നത്? ദൈവത്തെ അറിയാത്ത, അവരുടെ പ്രവൃത്തികളൊക്കെ അറിയാത്ത വേറൊരു തലമുറ അവിടെ ഉണ്ടാകുകയാണ്. ഇപ്പോൾ ഇതുപോലെയല്ലേ നമ്മുടെ അവസ്ഥ? ഇപ്പോൾ നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാരും അല്ലെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നു. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ എന്തുമാത്രം നല്ലതായിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരൊരു അവർക്ക് ചിലപ്പോൾ ഒന്നുമില്ലായിരുന്നായിരിക്കാം, കഴിക്കാനായിട്ടുള്ള ഭക്ഷണങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് പോലും അവർ ദൈവത്തെ ആരാധിച്ചു, ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടുതലായിട്ട് പ്രാർത്ഥിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് അവർ വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നു. നമ്മൾക്ക് ആ വിശ്വസ്തതയുണ്ടോ? നമ്മൾ അതുപോലെ നിൽക്കുന്നവരാണോ? ഇന്ന് നമ്മൾ കൊച്ചുകുട്ടികളായിട്ടുള്ളവർ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ വർഷങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മളോട് നടത്തിയ നമ്മുടെ ദൈവം ഒരുപാട് നമ്മളെ നടത്തിയല്ലേ? നമ്മുടെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് അവരോട് ചെന്ന് ചോദിക്കണം, നിങ്ങളെ ദൈവം എങ്ങനെയാണ് നടത്തിയത്? പണ്ട് നിങ്ങൾക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് തരണം ചെയ്തതെന്ന് നിങ്ങളുടെ വീട്ടിലുള്ള അപ്പച്ചനോടും അമ്മച്ചിയോടും മറ്റുള്ള നിങ്ങളുടെ പാസ്റ്ററുകളോടും ഒക്കെ നിങ്ങൾ ചോദിക്കണം. അപ്പോൾ അവരെന്ത് പറയും? പണ്ട് അവർക്കുണ്ടായിരുന്ന ഒരുപാട് അനുഭവങ്ങൾ അവർ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാക്യത്തിൽ എന്താ പറയുന്നത്? യഹോവയുടെ പ്രവർത്തികളെ അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു തലമുറയാകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. ദൈവത്തിൻ്റെ പ്രവർത്തികളെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്നൊരു തലമുറ ആകാൻ നമ്മൾക്ക് കഴിയണം. അപ്പോൾ നിങ്ങളെല്ലാവരും ദൈവസന്നിധിയിലായിട്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടുതൽ അടുക്കുക, ദൈവത്തെ അറിയുന്നവരായി ജീവിക്കുക. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.